ഹൈക്കോടതി അഭിഭാഷക നിയമനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ലോയേഴ്സ് കോൺഗ്രസ് ആവശ്യം നേരിൽ കണ്ട് അറിയിച്ചപ്പോൾ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പരസ്യമായി പറഞ്ഞു. പരാതി ഉയർന്ന നിയമനങ്ങൾ പിൻവലിക്കണം, ഇല്ലെങ്കിൽ പട്ടികയിൽ ഉൾപ്പെട്ട അനർഹരുടെ പേര് വെളിപ്പെടുത്തുമെന്നും ലോയേഴ്സ് കോൺഗ്രസ് വ്യക്തമാക്കി. ശ്യാം ദേവരാജിന്റെ വിശദാംശങ്ങൾ നൽകാൻ. ശ്യാം, ആവശ്യം അറിയിച്ചു, പക്ഷേ മുഖ്യമന്ത്രിയുടെ നിലപാടിൽ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ എന്താണ് നീക്കം? ഒരു മുന്നറിയിപ്പ് പോലെയാണല്ലോ പറയുന്നത്. ശ്രുതി, ഹൈക്കോടതി അഭിഭാഷക നിയമനം നേരത്തെ തന്നെ വലിയ വിവാദമായിരുന്നു. പ്രത്യേകിച്ചും റിപ്പോർട്ടർ ടിവിയാണ് ഇത് സംബന്ധിച്ച് ആദ്യം വാർത്ത പുറത്തുവിടുന്നത്. ദേവസ്വം വകുപ്പിന്റെ അഭിഭാഷകനായി KB പ്രദീപിന്റെ നിയമനം അടക്കം പുറത്തുവിടുകയും KB പ്രദീപിനോട് രാജി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു സർക്കാർ. ഇതിന് പിന്നാലെ രണ്ട് അഭിഭാഷകർ കൂടി ഈ വിവാദത്തിൽപ്പെടുകയും രാജിവെക്കുകയും ചെയ്തു. ഈ വിഷയത്തിലാണ് മുഖ്യമന്ത്രി VD സതീശനെതിരെ ലോയേഴ്സ് കോൺഗ്രസ് കടുത്ത നിലപാടെടുക്കുന്നത്. ഈ ലോയേഴ്സ് കോൺഗ്രസ് നൽകിയ പട്ടികയിൽ നിന്ന് നിയമനം നടത്തണമെന്ന ആവശ്യം നേരിൽ കണ്ടറിയിച്ചപ്പോൾ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് മുഖ്യമന്ത്രി ലോയേഴ്സ് കോൺഗ്രസ് നേതാക്കളോട് പരസ്യമായി പറഞ്ഞു എന്നാണ് അവരുടെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. മൂന്നാം പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ലോയേഴ്സ് കോൺഗ്രസിന്റെ ഏതാനും പ്രതിനിധികളെ മാത്രമാണ്. 3 പേർ രാജിവെച്ചതൊഴിച്ചാൽ അനർഹർ ഇപ്പോഴും ഹൈക്കോടതിയിൽ അഭിഭാഷകരായി തുടരുന്നുവെന്ന കാര്യവും കൂടി കടുത്ത വിമർശനമായി തന്നെ ലോയേഴ്സ് കോൺഗ്രസ് ഉയർത്തുകയാണ്. ലോയേഴ്സ് കോൺഗ്രസിന്റെ അഭിഭാഷകർ ഇപ്പോഴും പുറത്തു നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പരാതി ഉയർന്ന നിയമനങ്ങളൊക്കെ സർക്കാർ പിൻവലിക്കണം എന്ന നിലപാട് തന്നെ ലോയേഴ്സ് കോൺഗ്രസ് സ്വീകരിക്കുന്നു. ഇല്ലെങ്കിൽ പട്ടികയിൽ ഉൾപ്പെട്ട അനർഹരുടെ പേര് വെളിപ്പെടുത്തുമെന്ന കടുത്ത നിലപാടാണ് ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി സ്വീകരിക്കുന്നത്. മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന ജില്ലാ തലത്തിലുള്ള അഭിഭാഷക നിയമനങ്ങളാണ്. ഈ നിയമനങ്ങളിലും ആശങ്കയും ലോയേഴ്സ് കോൺഗ്രസ് പ്രകടിപ്പിക്കുന്നുണ്ട്. ലോയേഴ്സ് കോൺഗ്രസിന്റെ പട്ടികയിൽ നിന്ന് തന്നെ നിയമനം നടത്തണമെന്ന കാര്യവും കൂടി വ്യക്തമാക്കുകയാണ്. മാത്രമല്ല, ഈ ഘടകകക്ഷികളുടെ നിയമനവുമായി ബന്ധപ്പെട്ടും വലിയ പരാതി ലോയേഴ്സ് കോൺഗ്രസിന് ഇക്കാര്യത്തിലുണ്ട്. പലരും ആ വഴിയിലും നുഴഞ്ഞു കയറിയെന്നടക്കമുള്ള ആക്ഷേപങ്ങൾ ലോയേഴ്സ് കോൺഗ്രസ് ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. KPC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരുടെയും AICCയുടെയും ഇടപെടലിലൂടെ ഈ അഭിഭാഷക നിയമനങ്ങൾ കൃത്യമായി നടത്തണം എന്നാണ് ലോയേഴ്സ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ശരി, വ്യക്തമാണ്. ശ്യാം ദേവരാജാണ് വിശദാംശങ്ങൾ നൽകിയത്.